SFIO അന്വേഷണത്തിനെതിരായ CMRL ഹർജി ഡൽഹി കോടതി വിധി പറയാൻ മാറ്റി. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയത് അഴിമതി മറയ്ക്കാനാണ് SFIO വാദിച്ചു. വിവരങ്ങൾ പ്രസാദ് കാളിദാസൻ നൽകും. കാളി, SFIO അന്വേഷണത്തിനെതിരായ CMRL ഹർജി ഡൽഹി കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും വൃന്ദ, എന്തായാലും ഏറെ നാളായിട്ട് തുടരുന്ന SFIO അന്വേഷണത്തിനെതിരായ ഒരു ഹർജിയായിരുന്നു CMRL നൽകിയിരുന്നത്. ആ ഒരു ഹർജിയാണ് ഇപ്പോൾ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത്. കക്ഷികൾക്ക് അവരുടെ വാദങ്ങൾ എഴുതി നൽകാൻ ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു വാദം തന്നെ ഉയർന്നിരുന്നു. അതിൽ SFIOയുടെ അഭിഭാഷകൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, CMRLന്റെ അഭിഭാഷകർ പറഞ്ഞത് ഈ ഒരു നിയമപരമായ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തുടരുന്ന SFIO അന്വേഷണം ഒരിക്കലും നിലനിൽക്കില്ല, ഇതിന് നിയമസാധുത ഇല്ല എന്നാണ്. കാരണം നേരത്തെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു അന്വേഷണം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു ഇടപാടിനാണ് ഇപ്പോൾ SFIO അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് നിയമസാധുതയില്ല എന്നുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു ഹർജിയാണ് CMRL കൊടുത്തിരുന്നത്. അതിൽ SFIOയുടെ അഭിഭാഷകൻ കൃത്യമായി പറഞ്ഞു, അത് അങ്ങനെ ഒരു നിയമസാധുത അല്ലെങ്കിൽ അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. കാരണം നേരത്തെ തന്നെ ഒരു ഏജൻസി അന്വേഷിച്ച ഒരു സംഭവം അല്ലെങ്കിൽ നേരത്തെ തന്നെ അന്വേഷണം നടത്തി തീർപ്പാക്കിയ ഒരു സംഭവം മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ ആവില്ല എന്നുള്ളൊരു നിയമം ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ CMRL നൽകിയൊരു ഹർജി നിലനിൽക്കില്ല എന്ന് തന്നെയാണ് SFIOയുടെയും വാദം. അതുമാത്രമല്ല, SFIO എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, പല രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കുമെല്ലാം CMRL പണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് CMRLന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് അങ്ങനെ പണം നൽകിയിട്ടുള്ളത് എന്നുകൂടി SFIOയുടെ അഭിഭാഷകൻ പറഞ്ഞു. ഇതേപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകരും കൃത്യമായ വാദങ്ങൾ എടുത്തു കാട്ടിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകൻ പറഞ്ഞത് തീർച്ചയായും ഈ SFIO അഭിഭാഷകൻ പറഞ്ഞതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഒരു ഏജൻസി തീർപ്പാക്കിയ ഒരു അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് തുടങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ തുടങ്ങി വെക്കാനുള്ള സാധ്യതകൾ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ നിയമത്തിലുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CMRLന്റെ ഈ ഒരു വാദം നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIOയുടെ അഭിഭാഷകന്റെ ഒപ്പം ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകനും എടുത്തു പറഞ്ഞത്. എന്തായാലും ഒരാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റുള്ള വാദങ്ങൾ അല്ലെങ്കിൽ തുടർന്നുള്ള വാദങ്ങൾ ഇവരുടെ 3 പേരുടെയും CMRLന്റെ അഭിഭാഷകൻ അതേപോലെ തന്നെ SFIO ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകന്മാരുടെ എല്ലാം വാദങ്ങൾ എഴുതി നൽകാനുള്ള സമയമാണ്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ വിധി പറയും. കൃത്യമായ ഒരു തീയതി പറഞ്ഞിട്ടില്ല. എന്നത്തേക്കായിരിക്കും വിധി ഉണ്ടാവുക എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. എന്തായാലും ഏറെ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാദം തന്നെ നടന്നിരുന്നു. അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വാദങ്ങൾ നടന്നത്. 2020 തന്നെ എക്സാലോജിക്കിനെതിരായ ചില ക്രമക്കേടുകൾ അല്ലെങ്കിൽ എക്സാലോജിക് CMRL ബന്ധമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം തന്നെ തുടങ്ങി വെക്കുന്നത്. എക്സാലോജിക്കിനെതിരെയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അന്വേഷണം നടന്നിരുന്നത്. എന്തായാലും ഈ ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വൃന്ദ. ശരി കാളിദാസ്.